ചാലക്കുടി പുഴയോരത്ത് വർഷക്കാലത്ത് പ്രളയവും വേനൽക്കാലത്ത് വരൾച്ചയുമാണെന്നും ഇതിന് മാറ്റം വേണമെന്ന് MLA സനീഷ് കുമാർ ജോസഫ്. കഴിഞ്ഞ സീസണിൽ വെള്ളത്തിന്റെ അളവിലുണ്ടായ കുറവ് വലിയ പ്രതിസന്ധിക്ക് കാരണമായി എന്നും MLA. മാള പഞ്ചായത്തിലെ കുടിവെള്ള വിതരണം ഇടയ്ക്ക് നിർത്തിവെക്കുന്ന ജല അതോറിറ്റിയുടെ നടപടി തുടരുകയാണ്. മാസങ്ങളുടെ ഇടവേളകളായിട്ടാണ് ഈ ജോലി തുടരുന്നത്. കുടിശ്ശികയാണ് വിഷയം. ക്ഷേത്രങ്ങളും ക്ഷേത്രഭൂമികളും സംരക്ഷിക്കുന്നതിന് ഹൈന്ദവ സമൂഹം ക്ഷേത്ര വിമോചന സമരത്തിനിറങ്ങണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി പുഴയോരത്ത് വർഷക്കാലത്ത് പ്രളയവും വേനൽക്കാലത്ത് വരൾച്ചയുമാണെന്നും ഇതിന് മാറ്റം വേണമെന്നും MLA സനീഷ് കുമാർ ജോസഫ് അഭിപ്രായപ്പെട്ടു. ഇറിഗേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ വകുപ്പിന്റെ അഡ്വൈസറി ബോർഡ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സീസണിൽ വെള്ളത്തിന്റെ അളവിലുണ്ടായ കുറവ് വലിയ പ്രതിസന്ധിക്ക് കാരണമായിരുന്നു. ഇത്തവണ ഈ സ്ഥിതി വിശേഷം ഉണ്ടാവരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചാലക്കുടി പുഴയിൽ വെള്ളപ്പൊക്ക ദുരന്ത നിവാരണത്തിനും മഴക്കാലത്ത് കിട്ടുന്ന ജലം സംഭരിച്ച് വേനൽക്കാലത്ത് ജലസേചനത്തിന് ഉപയോഗപ്പെടുത്തുന്നതിനും വേണ്ടി വെള്ളപ്പൊക്ക നിയന്ത്രണ ഡാം നിർമ്മിക്കുന്നതിനുള്ള പ്രപ്പോസൽ സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും അതിന്റെ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി യോഗത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. അതിനുവേണ്ട മുൻകരുതലുകൾ KSEBയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. കേരള ഷോളയാറിൽ നിന്നും ലഭ്യമാക്കുന്ന വെള്ളം പൂർണ്ണതോതിൽ ഉൽപാദനത്തിനായി ഉപയോഗിച്ചതിനു ശേഷം ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായി ചാലക്കുടി പുഴയിൽ ലഭ്യമാക്കണമെന്നും MLA നിർദ്ദേശിച്ചു. ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് KSEB അധികൃതർ യോഗത്തിൽ അറിയിച്ചു. ഇടതുകര കനാലിലൂടെ 30-ാം തീയതിയും വലതുകര കനാലിലൂടെ 15-ാം തീയതി മുതലും ജലവിതരണം ആരംഭിക്കുവാൻ തീരുമാനമായി. ചാലക്കുടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AA നൂർജഹാൻ, സർക്കാർ നോമിനികളായ അഡ്വക്കേറ്റ് PI പോൾ, പോളി ഡേവിസ്, മറ്റ് വകുപ്പ് മേധാവികൾ, ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു. വലിയ രീതിയിലുള്ള വലിയ കാലതാമസം, അതിന്റെ ജനറേറ്ററിന്റെ തകരാറ് പരിഹരിക്കുന്ന കാര്യത്തിൽ വലിയ കാലതാമസം വന്നു. അത് ചാലക്കുടി പുഴയിലെ ജലവിധാനത്തെ വളരെ കാര്യമായിട്ട് ബാധിച്ചു. പുഴയെ തന്നെ ഉണങ്ങി വരണമെന്നൊരു സ്ഥിതി ഉണ്ടാവുന്ന ഒരു സാഹചര്യം. കൃഷി മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് നിരവധി കുടിവെള്ള സ്രോതസ്സായിട്ട് തന്നെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾക്ക്, ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ കേൾക്കേണ്ടി വന്ന ചീത്തയ്ക്ക് യാതൊരു പേരും കണക്കില്ല. ഇതിൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ചാലക്കുടി പുഴയിലെ വെള്ളം KSEB ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി മാത്രം ആണ് എന്നുള്ളൊരു ധാരണ KSEBക്ക് ഉണ്ട് എന്നുള്ളൊരു തോന്നല് ഇപ്പോൾ വന്നിട്ടുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. മാള പഞ്ചായത്തിലെ കുടിവെള്ള വിതരണം ഇടയ്ക്ക് നിർത്തിവെക്കുന്ന ജല അതോറിറ്റിയുടെ നടപടി തുടരുകയാണ്. മാസങ്ങളുടെ ഇടവേളകളിലായിട്ടാണ് ഈ ജോലി തുടരുന്നത്. കഴിഞ്ഞ ദിവസവും ജല അതോറിറ്റി ജലവിതരണം നിർത്തിവെച്ചു. പിന്നീട് വിതരണം ചെയ്തതായാണ് അറിവ്. കുടിശ്ശികയാണ് വിഷയം. പഞ്ചായത്ത് കുടിശ്ശിക വരുത്തിയതിനെ തുടർന്നാണ് ജല അതോറിറ്റി കുടിവെള്ള വിതരണം നിർത്തിയത്. സെപ്റ്റംബർ വരെ കുടിശ്ശിക വന്നതിനെ തുടർന്ന് നവംബറിൽ ഇത്തരത്തിൽ ജലവിതരണം നിർത്തിവച്ചിരുന്നു. തുടർന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ പണമടയ്ക്കാമെന്ന് പഞ്ചായത്ത് അറിയിക്കുകയും കുടിവെള്ള വിതരണം തുടരുകയും ചെയ്തു. എന്നാൽ ഈ ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ജല അതോറിറ്റി ചൊവ്വാഴ്ച രാവിലെ മുതൽ കുടിവെള്ള വിതരണം നിർത്തിവെച്ചത്. കുടിശ്ശിക തുക അടച്ചു തീർത്തില്ലെങ്കിൽ മാള പഞ്ചായത്തിലെ ജലനിധിയുടെ വെള്ളം ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങൾ ഇടയ്ക്കിടെ ദുരിതത്തിലാവുന്ന അവസ്ഥയുണ്ടായേക്കാം. ഇതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത്. മാള പഞ്ചായത്ത് ജലനിധി പദ്ധതി വഴിയാണ് കുടുംബങ്ങളിൽ വെള്ളം എത്തിക്കുന്നത്. മീഡിയ ടൈം, മാള. ക്ഷേത്രങ്ങളും ക്ഷേത്രഭൂമികളും സംരക്ഷിക്കുന്നതിന് ഹൈന്ദവ സമൂഹം ക്ഷേത്ര വിമോചന സമരത്തിനിറങ്ങണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു. ദേവസ്വം ബോർഡുകൾ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുമെന്ന വിശ്വാസം ഹൈന്ദവർക്കില്ല. ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കുന്നവർ ക്ഷേത്രങ്ങളെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബഭഗവതി ക്ഷേത്രത്തിന്റെ തണ്ടപ്പേര് ഇതര മതസ്ഥന്റെ പേരിലാക്കുകയും പിന്നീട് പുറമ്പോക്കെന്ന് തിരുത്തുകയും ചെയ്ത നടപടിക്കെതിരെ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത തരത്തിൽ ആളംപറമ്പിൽ കുഞ്ഞു മുഹമ്മദ് മകൻ ഖാദർ എന്നൊരാളുടെ പേരിലേക്ക് ഡിജിറ്റലൈസ് ചെയ്യുക. അതെങ്ങനെ വരും?
നമുക്ക് കുരുമ്പക്കാവിലമ്മ ദേവസ്വം ഭൂമി എന്ന് പറയുന്നത് ഖാദറിന്റെ പേരിലേക്ക് എഴുതുമ്പോൾ എത്ര നീണ്ട പേരാണ് നോക്കൂ. വാളംപറമ്പിൽ കുഞ്ഞു മുഹമ്മദ് മകൻ ഖാദർ വക എന്ന് എഴുതി ചേർക്കാനായിട്ട് അത് അബദ്ധത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? മാത്രമല്ല തണ്ടപ്പേര് 422 എന്നുള്ളത് മാറി ഇപ്പോ റിന്യൂ ചെയ്തപ്പോൾ ആ തണ്ടപ്പേര് 0 എന്ന് കിടക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കും? ഇത് വളരെ ആസൂത്രിതമാണ്, ഇത് വളരെ ആശങ്കാജനകമാണ്. താലൂക്ക് പ്രസിഡന്റ് ദാസ് മുളങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സത്സംഗ പ്രമുഖ് CM ശശീന്ദ്രൻ, സംസ്ഥാന ഉപാധ്യക്ഷൻ സ്വാമി ദേവചൈതന്യ, P രാജേഷ്, വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. വിഭാഗ് സംഘചാലക് KS പത്മനാഭൻ, മേജർ ജനറൽ ഡോക്ടർ P വിവേകാനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി മുഹമ്മദ് അഷ്ഫാഖിനെ ഇടി ടൈസൺ MLA നേതൃത്വത്തിൽ അനുമോദിച്ചു. തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ മുഹമ്മദ് അഷ്ഫാഖ് 400 മീറ്റർ ഓട്ട മത്സരത്തിൽ റെക്കോർഡോടെ സ്വർണവും 400 മീറ്റർ ഹഡിൽസിൽ സ്വർണവും നേടിയിരുന്നു. പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി മടത്തപ്പറമ്പിൽ അഷറഫ് ജസീന ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് അഷ്ഫാഖ്. ഇടി ടൈസൺ MLA വീട്ടിലെത്തി പൊന്നാടയും ഉപഹാരവും നൽകി അനുമോദിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, വാർഡ് മെമ്പർ സുജിത സലീഷ്, പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KS ദിലീപ് കുമാർ, ബഷീർ ചക്ര തുടങ്ങിയവർ സംബന്ധിച്ചു. ഇനി നാട്ടിൽ നടന്നത്. പെരിഞ്ഞനം പഞ്ചായത്ത് കുടുംബശ്രീ CDSലെ സാമ്പത്തിക ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ CP ഉല്ലാസ്, VS ജിനേഷ്, KK കുട്ടൻ, KV ചന്ദ്രൻ, CK മജീദ്, KM ബാബു, VM ദിനേഷ്, ഷീല വിശ്വംഭരൻ, PP സലീം, PK താഹിർ, സുവർണൻ, കൊല്ലാറ, RR രാജേന്ദ്രൻ, ലിജേഷ് പള്ളായി തുടങ്ങിയവർ സംസാരിച്ചു. മാള ഉപജില്ലാ കലോത്സവത്തിൽ ആസ്വാദകരുടെ മനം കവർന്ന 1ാം ക്ലാസ്സുകാരി. കൊമ്പത്തുകടവ് സെന്റ് FX LP സ്കൂളിലെ 1ാം ക്ലാസ്സുകാരി മനുഷ്യയാണ് വിധികർത്താക്കളുടെ പ്രത്യേക പ്രശംസ നേടിയത്. LP വിഭാഗത്തിൽ നടന്ന നാടോടി നൃത്തത്തിൽ 30ലധികം ചേച്ചിമാരോടൊപ്പം മത്സരിച്ചാണ് ഈ മിടുക്കി 3ാം സ്ഥാനം നേടിയത്. കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് LP സ്കൂൾ വിദ്യാർത്ഥി മരിയ തെരേസ ബിനോയ്, മാള കോട്ടക്കൽ സൊക്കോട്സ് LP സ്കൂൾ വിദ്യാർത്ഥി ഋതു നന്ദ വിയാർ എന്നിവർക്കാണ് 1ാം സ്ഥാനം. ആളൂർ സെന്റ് ജോസഫ് EMHS സ്കൂൾ വിദ്യാർത്ഥി ആരാധ്യ ഷിബു, താനശ്ശേരി സെന്റ് സേവിയേഴ്സ് LP സ്കൂൾ വിദ്യാർത്ഥി ശിവനന്ദ എന്നിവർ 2ാം സ്ഥാനം നേടി. മാളവള്ളിപ്പുറം സെന്റ് ആന്റണീസ് സ്കൂൾ വിദ്യാർത്ഥി PS ആദിയും, കൊമ്പത്തുകടവ് സെന്റ് FX LP സ്കൂൾ 1ാം ക്ലാസ്സുകാരി മനുഷ്യയും 3ാം സ്ഥാനം നേടി. എടവിലങ്ങ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ബൾക്ക് മിൽക്ക് കൂളറിന്റെ ഉദ്ഘാടനവും ക്ഷീര കർഷകരെ ആദരിക്കലും നടത്തി. ഇടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷയായി. എറണാകുളം മേഖല ക്ഷീരോത്പാദക യൂണിയൻ ചെയർമാൻ MT ജയൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. എടവിലങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ മുതിർന്ന കർഷകരെ ആദരിച്ചു. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ K വീണ, ഭാസ്കരൻ, ആദം കാവിൽ, താര ഉണ്ണികൃഷ്ണൻ, TN സത്യൻ, ഷാജു വെളിയൻ, ജോസ്മി ടൈറ്റസ്, MA ഹരിദാസ്, C സജിത്, VD മുരളീധരൻ, AB പ്രശാന്ത്, ഡോക്ടർ അരുൺകുമാർ, സംഘം പ്രസിഡന്റ് KK റാഫി എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ എറണാകുളം മേഖല ക്ഷീരോത്പാദക യൂണിയൻ മുഖേന നടപ്പിലാക്കുന്ന നാഷണൽ പ്ലാൻ ഫോർ ഡയറി ഡെവലപ്മെന്റ് പദ്ധതിയുടെ ഭാഗമായാണ് 2000 ലിറ്റർ പാൽ ശീതീകരണ യൂണിറ്റ് എടവിലങ്ങ് ക്ഷീരസംഘത്തിൽ സ്ഥാപിച്ചത്. പ്രവാസി ഫെഡറേഷൻ നാട്ടിക കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരവ് സംഘടിപ്പിച്ചു. നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത AG സുഭാഷ്, ഡയറക്ടർ MD സുരേഷ്, സംസ്ഥാനതല കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ധീര കീർത്ത്, സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ സബ് ജൂനിയർ വിഭാഗം നീന്തൽ മത്സരത്തിൽ സ്വർണം നേടിയ നിവേദ്യ, വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ദിയ, ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കിയ ധ്വനി, പാർവതി തുടങ്ങിയവരെയാണ് ആദരിച്ചത്. പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രകാശ് കാരാട്ടുപറമ്പിൽ അധ്യക്ഷനായി. CPI സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ് മുഖ്യാതിഥിയായി. പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CB അബ്ദുൽ സമദ്, കിഷോർ വാഴപ്പള്ളി, AITUC സംസ്ഥാന കമ്മിറ്റി അംഗം മഹേന്ദ്രൻ, NCP ജില്ലാ ജനറൽ സെക്രട്ടറി PSP നസീർ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വസന്ത ദേവലാൽ, വിജയരാഘവൻ, ENR കൃഷ്ണൻ, ലാൽ കച്ചില്ലം, സുജിന്ത് പുല്ലാട്ട്, ഷാനവാസ്, കബീർ പൂനിലത്ത്, നസീർ ER ജോഷി എന്നിവർ സംസാരിച്ചു. പുനർനിർമ്മിക്കുന്ന പൊന്മാനിക്കൂടം മൊയ്തീൻ ജുമാ മസ്ജിദിന്റെ തറക്കല്ലിടലും
ഗിബ്ല നിർണയവും നടത്തി. മഹൽ പ്രസിഡന്റ് ആലി മുഹമ്മദ് പൊന്നാത്ത്, ഷംസുദ്ദീൻ മുസ്ലിയാർ, കുർമത്ത് എന്നിവർ ചേർന്ന് തറക്കല്ലിട്ടു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ പള്ളിയുടെ ഗിബ്ല നിർണയം നടത്തി. അനസ് ഭാഗവി പ്രാർത്ഥന നിർവഹിച്ചു. മഹൽ ജനറൽ സെക്രട്ടറി സെയ്ദ് മുഹമ്മദ് കുർമത്ത്, സിദ്ദിഖ് ഭാഗവി മുറ്റിച്ചോർ, മഹൽ ട്രഷറർ നൂറുദ്ദീൻ മദ്ലഹത്തി വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി പുഴയോരത്ത് വർഷക്കാലത്ത് പ്രളയവും വേനൽക്കാലത്ത് വരൾച്ചയുമാണെന്നും ഇതിന് മാറ്റം വേണമെന്ന് MLA സനീഷ് കുമാർ ജോസഫ്. കഴിഞ്ഞ സീസണിൽ വെള്ളത്തിന്റെ അളവിലുണ്ടായ കുറവ് വലിയ പ്രതിസന്ധിക്ക് കാരണമായി എന്നും MLA. മാള പഞ്ചായത്തിലെ കുടിവെള്ള വിതരണം ഇടയ്ക്ക് നിർത്തിവെക്കുന്ന ജല അതോറിറ്റിയുടെ നടപടി തുടരുകയാണ്. മാസങ്ങളുടെ ഇടവേളകളായിട്ടാണ് ഈ ജോലി തുടരുന്നത്. കുടിശ്ശികയാണ് വിഷയം. ക്ഷേത്രങ്ങളും ക്ഷേത്രഭൂമികളും സംരക്ഷിക്കുന്നതിന് ഹൈന്ദവ സമൂഹം ക്ഷേത്ര വിമോചന സമരത്തിനിറങ്ങണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.